ഈ പടത്തിൻ്റെ കാതലായ മ്യൂസിക്, അതിലെ സോങ്സ് ആണെങ്കിൽ 24 വർഷം മുമ്പ് ചെയ്ത സോങ്സ് ഇന്നും എവർലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നു. ഇതുകൂടാതെ ആ പടത്തിനെ എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ മ്യൂസിക്, റീ റെക്കോർഡിംഗ് മ്യൂസിക് അത് ഒക്കെ ചെയ്ത മിസ്റ്റർ വിദ്യാസാഗർ, അദ്ദേഹം ഇന്ന് വൈകുന്നേരം പോവുകയാണ്. ഇന്നലെ തൊട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് ഇതിൻ്റെ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പടം ഒരു ചരിത്രം എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. സാധാരണ സക്സസ് പിക്ചേഴ്സാണ് റിലീസ് ചെയ്യുക ആഫ്റ്റർ ഇയേഴ്സ്. അന്ന് നിരാകരിച്ച ഈ സിനിമ ഇന്ന് ഞങ്ങൾക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും, റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ജനങ്ങളെ ഏറ്റെടുത്തു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ തിയേറ്റേഴ്സിൽ നിന്നും വലിയ നല്ല റെസ്പോൺസാണ്. ഞങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു മിസ്റ്റർ സിബി മലയിൽ സാറ്, അദ്ദേഹം ഇതിൽ ഫുൾ ഇൻവോൾവ് ആയതിട്ട് അതിൻ്റെ കുറേ സീക്വൻസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് പറയാനുള്ള എന്തായിരുന്നു എന്നുള്ള ഒരു ആസ്പെക്ട് ഈ സിനിമ മാറ്റുകയും അത് ഇന്നത്തെ ജനറേഷന്, ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് ലൈക്ക് അത് അതിൻ്റെ കളറേഷനും കാര്യങ്ങളും 4K റെസൊല്യൂഷനിലും അതേമാതിരി തന്നെ മറ്റു ഇപ്പോൾ അറ്റ്മോസ് സിസ്റ്റത്തിലൊക്കെ സൗണ്ട് സിസ്റ്റത്തിലേക്ക് മാറ്റിക്കൊടുത്തു ആണ് ഞങ്ങൾ ഇത് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക് ചെയ്യേണ്ടത്, ഞാൻ ഫോക്കസ് ഫിലിംസിൻ്റെ ഉടമയെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ തുനിഞ്ഞപ്പോൾ, ഇത്രയും സിനിമയിൽ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഒരു സെക്കൻഡ് ജനറേഷനിൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞങ്ങളുടെ ഫോക്കസ് ഫിലിംസ് എവർലാസ്റ്റിംഗ് ബാനറായിട്ട് ഇവിടെ നിൽക്കണം. ക്വാളിറ്റിയുള്ള സിനിമകൾ അല്ല, കുറേ പൈസകൾ മാത്രമല്ല. അത് എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടു. എൻ്റെ മകൾ ഷെർമി ഫോക്കസ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സ് എന്നുള്ള ഒരു ബാനറിൽ റീസ്റ്റാർട്ട് ചെയ്യുകയും അതിൻ്റെ സഹായികളായിട്ട് മിസ്റ്റർ ബോണി, ഞങ്ങളുടെ ഡയറക്ടർ പ്രവീൺ, മറ്റു പലരും ഇതിന് ഞങ്ങളുടെ കൂടെ സഹകരിച്ചു മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകളും ബോണിയും കൂടിയാണ് ഈ പറഞ്ഞ ഇതിൻ്റെ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയുടെ ഈ ഇപ്പോഴത്തെ ഒരു ആസ്പെക്റ്റിലുള്ള ആ സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഞങ്ങളോട് പ്രകടിപ്പിച്ചു. ഞാൻ സിബിയായിട്ടും വിദ്യാജിയായിട്ടും എന്ന് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നു ആ സമയത്തെല്ലാം വിദ്യാജിയുടെ കയ്യിൽ ഹാർമോണിയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ പാട്ടുകൾ വെച്ചുകൊണ്ടാണ് ഞങ്ങളത് പാടിക്കൊണ്ടാണ് പലപ്പോഴും ഡിസ്കഷൻ ഇരിക്കുന്നത്. അപ്പം ഇത് ഞങ്ങളിൽ നിന്നും മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് എന്നുള്ളത് അത് അന്നത്തെ പ്രേക്ഷകർ നിരാകരിച്ചെങ്കിലും ഇന്നത് ഷുവറായിട്ടും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഞങ്ങളുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അതായത് എന്താണ് ഞങ്ങളന്ന് പറയാൻ ആഗ്രഹിച്ചത് അതിന്ന് ഓഡിയൻസിലേക്ക് എത്തിക്കുക. അതെത്തിക്കാൻ പറ്റുമോ അത് സിനിമ റിലീസ് ചെയ്തിട്ട് കാണട്ടെ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് കോടികളിപ്പോൾ ഒന്നും ഞങ്ങൾക്ക് അനൗൺസ് ചെയ്യാനില്ല. ഞങ്ങൾക്ക് ഇത് ഏറ്റെടുത്ത ജനം, ഇന്നത്തെ യൂത്ത്സും അന്നത്തെ ഉണ്ടായിരുന്ന മാതാപിതാക്കൾ എല്ലാവരും തന്നെ ഇന്ന് ഒരുമിച്ചിരുന്ന് കണ്ടവരെല്ലാം റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടു. ഈ ഇതിൽ കാണാത്തവരെല്ലാം തന്നെ യങ്സ്റ്റർ ആയിട്ടുള്ള പെൺകുട്ടികളും എല്ലാം തന്നെ അവർ വ്യക്തമായിട്ട് എന്ന് പറയുന്നു. അവർക്ക് ഒരു എവർലാസ്റ്റിംഗ് മെമ്മറി, ഒരു നല്ല കണ്ടന്റ് ഞങ്ങൾ കണ്ടു എന്ന് ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ആഹ്ലാദം. ഐ താങ്ക് നമ്മുടെ സിബി മലയിൽ സാർ, വിദ്യാജി, അദ്ദേഹത്തിന് അറിയാലോ, അത് നമ്മുടെ പടത്തിലൊരു ക്രൂഷ്യൽ അന്ധനായിട്ടുള്ളൊരു കഥാപാത്രം ചെയ്ത വിനീത്. അതേമാതിരി ഇന്ന് ഇവിടെ മിസ്സിംഗ് ആണ്. അദ്ദേഹം ഇന്നലെ വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ട് കാലിക്കറ്റിൻ്റെ സിനിമ കാണണമെന്ന് ആഗ്രഹിച്ച് പുള്ളി തിരിച്ചു പോയതാണ്. അത് അദ്ദേഹം കണ്ടു. രഘുനാഥ് പരേരി, അങ്ങനെ ധാരാളം പേര് ഞങ്ങളുടെ അന്നത്തെ ട്രാവലിലുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിലെല്ലാത്തിനും ഉപരിയായിട്ട്
എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ പ്രവൃത്തി ചെയ്ത് തുടങ്ങിയ സമയം മുതൽ നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ മിസ്റ്റർ മോഹൻലാൽ അദ്ദേഹം ഞങ്ങളുടെ കൂടെ നിൽക്കുകയും അതേമാതിരി തന്നെ ഇതിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളിൽ ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ട്രെയിലർ റിലീസിങ് എന്ന് പറയുന്ന ഒരു കർമ്മത്തിൽ അദ്ദേഹം ഇവിടെ പ്രസൻ്റായിട്ട്, ബിക്കോസ് അത് അറിയാലോ നിങ്ങൾ, അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച് ഇവിടുന്ന് ഗുജറാത്തിലേക്ക് പോകുന്ന ഒരു ഇടവേളയിലാണ് ഞങ്ങൾക്ക് വേണ്ടി വന്ന് ഇത് ആ ഫംഗ്ഷൻ ഒരു ഗംഭീര ഫംഗ്ഷനാക്കി വരികയും ഇന്നലെ ഒക്കെയായിട്ട് സിബിയും ഞാനും എല്ലാവരുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയും അത് ഞങ്ങൾക്ക് മാക്സിമം പ്രൊമോഷൻ കാര്യങ്ങൾ ചെയ്തു തരും. അന്ന് കാണിച്ച അതേ ഉത്സാഹം ഞങ്ങളോടുകൂടി കാണിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിനും നന്ദി പറയുന്നു. പിന്നെ മീഡിയാസ്, എനിക്ക് എടുത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങളെ ആരും ബോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ വലിയൊരു ലെവലിലേക്ക് വർത്താനം പറയുകയല്ല, ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറയുകയാണ്. ഞങ്ങളുടെ ഈ സംരംഭത്തിനെ വളരെയധികം മീഡിയാസ് ഞങ്ങളോട് സഹായിക്കും. അത് ഒരിക്കലും മറന്നു പറയാനൊന്നുമല്ല. നിങ്ങൾ ഈ സിനിമയുടെ ക്വാളിറ്റി മനസ്സിലാക്കി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വളരെയധികം ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും മറക്കാനാവാത്ത കാര്യമാണ്. ഒരു പുതിയ പടത്തിന് എനിക്കറിയാം, ഇത്രയും വർഷം ട്രാവൽ ചെയ്ത് എനിക്കറിയാം ഒരു പുതിയ പടത്തിൻ്റെ പ്രൊമോഷൻ എന്താണ്. സോൾ പെയ്ഡ് പ്രൊമോഷൻസ്. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് എല്ലാ മീഡിയ സുഹൃത്തുക്കളും, വലുതും ചെറുതുമായിട്ടുള്ള മീഡിയ സുഹൃത്തുക്കൾ 2 ദിവസം കൊണ്ട് 35ഓളം TV കവറേജ് ഞങ്ങളുടെ ലേസനും വർക്കായിട്ടുള്ള മിസ്റ്റർ ശിവപ്രകാശിൻ്റെ നേതൃത്വത്തിൽ അവിടെ വരികയും 35 മണിക്കൂർ ഇൻ്റർവ്യൂസാണ് ഞങ്ങളുടെ അടുത്ത്. ഞങ്ങൾ വിളിച്ച് ക്ഷണിച്ചവരും അല്ലാത്തവരുമായിട്ടുള്ള ആൾക്കാർ ഇവർ അറിഞ്ഞു വന്നവരാണ് ഏറ്റവും കൂടുതൽ. ബിക്കോസ് ഇതിൻ്റെ ഒരു എന്താ പറയുക, എങ്ങനെ വരും എന്നുള്ള ആശയം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് കാരണം മീഡിയ സുഹൃത്തുക്കളെല്ലാം തന്നെ ഞങ്ങളുടെ എല്ലാ ടീമിൻ്റെയും പേരിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. Then I'm giving to Mr. Sibi to talk. ഇല്ല, ഞങ്ങൾക്കുള്ള ഭാഗമല്ല, നിങ്ങളുടെ ചോദ്യങ്ങൾ വരുന്നത് അതാണ്. നിങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങളല്ല സംസാരിക്കേണ്ടത്. നിങ്ങൾക്ക് അറിയാനുള്ളത്, നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ളത്, ഇന്നലെ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഉണ്ടായ റെസ്പോൺസ് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് സംസാരിക്കാനാണ് ഞങ്ങൾ ഇപ്പോൾ ഓവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു എന്താ പറയുക, ഒരു മൊമെൻ്റസ് ഒക്കേഷനാണ് ഇത്. ഇതുപോലെ വേറെ ഏത് പടത്തിലും നടക്കുമോ എനിക്കറിയില്ല. പിന്നെ ഒരു അപൂർവമായ ഒരു വിഷയമാണ്. അതായത് ഞാൻ ആദ്യം എൻ്റെ അഴകിറാണൻ തൊട്ട് വരുമ്പോൾ ആ ജനറേഷൻ അന്ന് എൻ്റെ പാട്ടുകൾ ആസ്വാദിച്ച് മനസ്സിലാക്കി എന്നോട് സ്നേഹം കാണിച്ച് ആ ജനറേഷനുണ്ട്. പിന്നെ ആ ജനറേഷൻ എന്നോട് പാട്ടുകളോടാണ് വളർന്നത്. ആ ജനറേഷൻ കടന്ന് ഇപ്പോൾ ഇന്നും അടുത്ത ജനറേഷൻ വന്നു. പിന്നെ ഈ ജനറേഷൻ കൂടി ആ പാട്ടുകളെ അത്രത്തോളം ആസ്വാദിക്കുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ അപ്പോൾ സംഗീതം സത്യമാണ്. I realize that I know that music is God. For me it is God. So ഈ സത്യസന്ധമായ ഈ സംഗീതം നമുക്ക് ഓർക്കുമ്പോൾ, അതിനു വേണ്ടി നമുക്ക് ശ്രമിക്കുമ്പോഴും അതിന് കൃത്യമായിട്ട് അതിൻ്റെ പ്രതിഫലമുണ്ട്. മേ ബി ഇറ്റ് ഈസ് ഡിലേഡ് ബട്ട് ഇറ്റ് ഇസ് നെവർ ഡിനൈഡ് അല്ല. അപ്പോൾ ബട്ട് ഈവൻ ഈ പടം 24 years ബാക്ക് റിലീസായപ്പോഴും ഇതിലെ പാട്ടുകളൊക്കെ വളരെ മനോഹരമായിട്ട് എല്ലാവരും ഏറ്റെടുത്തു. അത് ഒരു ഹരമായി മാറി പോയി. പിന്നെ അപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സ് എടുത്തത് അതിൻ്റെ ഒരു പ്രണയഗാനങ്ങളാണ് അതിലെടുത്തത്. പിന്നെ മ്യൂസിക്കലായിട്ട് ഉള്ളത് ഈ ജനറേഷനിൽ വരുമ്പോൾ ഇപ്പോൾ സമയമായ ഒരു 5 കൊല്ലം മുമ്പായിട്ട്
വരുന്ന ഈ ജനറേഷനാണ് ഈ മ്യൂസിക്കിന് ഐ തിങ്ക് ദേ ആർ മോർ റിലേറ്റിംഗ് ടു ദി മ്യൂസിക്കാലിറ്റി ഓഫ് ദി അതിലുള്ള ഡെപ്ത്. പിന്നെ എല്ലാവരും സി ഐ ഫൈൻഡ് സോ മച്ച് ഓഫ് മ്യൂസിക് ഇൻ കേരള. ബേസിക്കലി എവറി വൺ ഇസ് എ സിംഗർ ആൻഡ് എവറി വൺ ഇസ് എ ടാലന്റഡ് സിംഗർ. ഗോഡ് ഹസ് ബ്ലെസ്ഡ് സോ മച്ച്. സോ അവർക്ക് അതിനുடைய ഡെപ്ത് അറിഞ്ഞിട്ടാണ് അവർ ഇപ്പോൾ അത് എന്താ പറയുക, they are celebrating that music. I mean, I'm very, very happy for that. I'm very, very happy to be part of the caucus unit with CBG. We have done so many beautiful films. All films are musical hits. ഇതുവരെ ഉള്ള എല്ലാ പടങ്ങളും. So, പക്ഷെ ഇന്നലെ ഞാൻ ചെന്നൈ തിയേറ്ററിൽ കാണുമ്പോൾ അതിന്റെ ഞാൻ ഒറിജിനലായിട്ട് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇപ്പൊ കാണുമ്പോൾ ഇതൊരു പുതിയ പടമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിന്റെ ഒരു കംപ്ലീറ്റ് റീഎഡിറ്റഡ് വേർഷൻ അല്ലെ, കംപ്ലീറ്റ് ഒറിജിനലിന്റെ ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു 30 minutes 25 minutes മേലെ റിമൂവ് ദി അൺവാണ്ടഡ് സീൻസ്. ആൻഡ് പടം കാണുമ്പോൾ எனக்கு തോന്നിയത് ഐ വാസ് വാച്ചിങ് an ഇംഗ്ലീഷ് ഫിലിം. அந்த ഒരു അതാണ് എൻ്റെ തോന്നൽ. ആൻഡ് ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് വാച്ചിങ് വിത്ത് ദി ഓഡിയൻസ്. ആൻഡ് ഈ പടത്തിന്റെ ഇവര് ഷമാവും I think through Caucus Media Entertainment, when she has taken up the reins from Zia Caucus, now she is continuing the legacy. And this being a part of her legacy, I think it's going to do a lot of good for you, Shama. God bless you. And we have to thank all the media for Siaji Paranyadu Pole, Athartholam. Even they have promoted the film, they have given so much of attention to the film. And of course, the pride of one of the prides of India, Sri Mohandarji, is there in the film who to carry it on his shoulders. And we are, yeah, and I have to mention that. അതായത് വെറും ഈണങ്ങൾ കൊണ്ട് മറ്റുമല്ല ഒരു പാട്ട്. ഈണം എത്രത്തോളം നന്നായിരുന്നാലും അതിന് ചേരുന്ന വരികൾ വേണം, കവിത വേണം, വാക്കുകൾ വേണം. സോ ഐ ടേക്ക് ദിസ് ഒക്കേഷൻ ടു താങ്ക് Kaidappuram G. Tilmeni for his excellent contribution to the songs of the film. And പാട്ടുകളെല്ലാം ഒരു വഴിയെന്ന് പറഞ്ഞാൽ പിന്നെ ഈ എന്തരോ മഹാനുഭാവം നമ്മൾ ഒരു കീർത്തനം എടുത്തിട്ട് അവർ പറയുമ്പോൾ ഇത് ഇങ്ങനെ ഇത് വിശാൽ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഇവര് ഒരു ഇന്റർനാഷണൽ എന്താ പറയുക അക്ലൈൻഡ് മ്യൂസീഷ്യൻ ആണ് ഫ്രം ഇന്ത്യ. And that too from South India എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് അതാണ്. ഫ്രം സൗത്ത് ഇന്ത്യ പറയുമ്പോൾ നമുക്കെല്ലാവർക്കും വി ഹാവ് എ ഹംബിൾനെസ് ഇൻ അവർ ഹാർട്ട്. എത്രത്തോളം നമുക്ക് അറിവിരുന്നാലും ഐ തിങ്ക് വി ഹാവ് ടു നമ്മ അന്തം വിട്ട് ഒന്നും കളിക്കരുത്. നമുക്ക് വി ഹാവ് എ ഹംബിൾനെസ്, വി സ്റ്റിൽ റെസ്പെക്ട് അവർ എൽഡേഴ്സ്. So the song should be Endro Mahanubavu, saluting all the great legends before us, all the great masters of music. അത് എടുത്ത് ചെയ്യുമ്പോൾ it was wonderful. And of course ചെയ്യാൻ ഉദ്ദേശിച്ചത് ഞാനാണ്, ചെയ്തത് അവനാണ്. And that is God's presentation to our film and to my music career. So I thank God in this occasion. And നിങ്ങൾക്ക് ഏതെങ്കിലും ചോദിക്കണമെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. Yes. അന്ന് തിയേറ്ററിലാണ് കണ്ടത്. അല്ല, അന്ന് കാണുമ്പോൾ ഇവർ എനിക്കൊരു പ്രിന്റ് അയച്ചു ഇവിടുന്ന്. ആ പ്രിന്റിൽ നിന്നും കിടപ്പുണ്ട് എൻ്റെ അടുത്ത് സ്റ്റുഡിയോയില്. ഐ സ്റ്റിൽ ഹാവ് ദി DTS പ്രിന്റ് എന്നോടുണ്ട് എൻ്റെ സ്റ്റുഡിയോയിൽ. ഞാൻ പ്രിന്റ് ഇട്ടിട്ട് കണ്ടതാണ്. I have to mention ഒരു മെൻഷൻ നമ്മുടെ മിക്സ് ചെയ്തത് സപ്താ സ്റ്റുഡിയോസ് ഹരി എന്ന് പറഞ്ഞിട്ട് ഹരിനാരായൺ അയാൾ പ്രത്യേകമായിട്ട് ഞാൻ ഐ ഹാവ് ടു congratulate him for the excellent audio work he has done. Because ഇത് മൾട്ടി ട്രാക്ക് നമ്മുടെ അടുത്തല്ല. We had only the 5.1 മിക്സ് ആണ് ഉള്ളത്. പിന്നെ എല്ലാ ട്രാക്സും മിക്സ് ചെയ്തിട്ട് DTSന് വേണ്ടി അന്ന് ചെയ്ത ഈ 5.1 ട്രാക്സ് ആണ് നമ്മുടെ അടുത്ത്
ഉള്ളത്. പിന്നെ അതുകൊണ്ട് അറ്റ്മോസ്ഫിയറിലേക്ക് അവർ മാറ്റി അത് ഇടുമ്പോൾ ക്വാളിറ്റി ഇത്രത്തോളം അത് കെടാതെ അത് ചെയ്തത് വളരെ ശ്രദ്ധയോടും he has done with very good finesse. So I congratulate Hari Narayanan on this occasion. And അല്ല അതിപ്പം 4K ലേക്ക് മാറ്റിയപ്പോൾ സാറിന് ഡൗട്ടുകളോ? അല്ല 4K എന്ന് പറയുന്നത് പിക്ചറിന്റെ ക്വാളിറ്റിയാണ്. 4K ലേക്ക് മൊത്തം മാറ്റി. അതാണ് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററുള്ള പുള്ളി ഇനി 4K ലേക്കുള്ള യാത്രയെന്നാണ് സാർ എങ്ങനെയാണ് കാണുന്നത്? 4K ശരി, ഓക്കെ. അല്ല അങ്ങനെയല്ല. സി പടത്തിന് എന്ത് അത്യാവശ്യം തേവയോ അതുപോലെ തന്നെ നമ്മൾ പടം ചെയ്യാറുണ്ട്. ഇപ്പൊ ഇത്രത്തോളം അഡ്വാൻസ്മെന്റ് ആയിട്ടും ചില ഇംഗ്ലീഷ് പടങ്ങൾ നമ്മൾ കാണുമ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാറുണ്ട് അവര്, അല്ലേ? 35mm ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ അതിന്റെ മാക്സിമം ഇമ്പാക്ട് ആ സ്ക്രിപ്റ്റിന് ഏത് തരുവോ അതാണ് മീഡിയം അവർ ചൂസ് ചെയ്യുന്നത്. അത് ദാറ്റ് ഇസ് എ ഡയറക്ടേഴ്സ് കോൺസെപ്റ്റ്. അത് ഞാനൊന്നും പറയാനില്ല. പിന്നെ ഡയറക്ടറാണ് ചൂസ് ചെയ്യുന്നത് ഇത് എങ്ങനെ കാണണം അവർ ഉദ്ദേശിക്കുന്നു അതുപോലെ വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് വെദർ ഇറ്റ് ഇസ് ഇൻ 4K ഡോൾബി അറ്റ്മോസ് 5.1 7.1 ടവർ എല്ലാം ഇത് ഒന്നുമില്ല. ഐ ഡോണ്ട് വീണ്ടും ഇന്നലെ കണ്ടിരുന്നു പെട്ടെന്ന് തീർന്നു പോയതൊന്നും ഇതായിരുന്നു. ഈ കുറച്ചുകൂടെ വേണമായിരുന്നു. സാർ അന്ന് ആ സിനിമ സാർ എന്തായിരുന്നു? അല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ അധികം കണ്ടത് ഫെയിലിയേഴ്സ് ആണ്, സക്സസ് അല്ല. സോ അത് എനിക്ക് ഇറ്റ് വാസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ്. പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതുപോലത്തെ പടത്തെ ഇവർ കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവർ ഏറ്റെടുക്കും, ഇവർ കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ എൻ്റെ വിചാരം തെറ്റിപ്പോയി. പിന്നെ ദാറ്റ് വാസ് എ ഡിസപ്പോയിൻറ്റ്മെന്റ്. പക്ഷേ അന്ന് ഞാൻ തമിഴിലും കുറേ പടങ്ങൾ ചെയ്യുന്നുണ്ട് ആ കാലത്ത്. സോ ഐ ഡിഡ്ന്റ് ഹാവ് മച്ച് ഓഫ് ഡിസപ്പോയിൻറ്റ്മെന്റ് ബിക്കോസ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഞാൻ ചെയ്തത് മീശമാധവനാണ്. ഇത് കഴിഞ്ഞിട്ട് സോ ഐ ഹാഡ് സോ മെനി ഫിലിംസ് ഓൺ മൈ ഹാൻഡ്. സോ ഇവർ പറയുന്നത് പോലെ ബിക്കോസ് ഹി പുട്ട് എന്താ ഈ പടത്തിന്റെ മുമ്പോട്ട് 24 years he was working on the film. That is what CB sir told. So I mean his loss is not comparable, it is incomparable. For me இந்த படம் சரியா ஓடிட்டிല്ലെങ്കിൽ അടുത്ത പടം ഉണ്ട് നമുക്ക് ചെയ്യാൻ. അവർക്ക് അങ്ങനെ ഇല്ലല്ലോ. അവർ he has invested his life, a part of his life into the film. So it would have affected more him and എന്താ പറയുക, without monetary benefits it would have affected more the producer. You understand? The technicians because കുറേ പടങ്ങൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ഒരു പടം അങ്ങനെ ശരിയായിട്ട് ഓടിയില്ലെങ്കിലും അടുത്ത പടത്ത് അത് കവർ ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. സോ ഇറ്റ് ഡിഡ്ന്റ് എഫക്ട് മീ മച്ച് ബട്ട് ഐ ഹാഡ് എ ഡിസപ്പോയിൻറ്റ്മെന്റ് ഡെഫിനറ്റ്ലി. ഇന്നലെ പടം കാണുമ്പോൾ ആ ഓർമ്മയിൽ തന്നെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അല്ല, നമ്മ പൊതുവേ പടങ്ങൾ റീറെക്കോർഡിംഗ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ ഇപ്പൊ പടത്തിന്റെ വിഷ്വൽസും പടത്തിന്റെ ആ പശ്ചാത്തലവും അതുമാണ് നമുക്ക് ഇൻസ്പയർ ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ ഇൻസ്പയർ ചെയ്യുന്നത് അതാണ്. നമ്മൾ കാണുന്ന കാഴ്ചകളും അത് ഇങ്ങനെ അവതരിപ്പിച്ചു എന്ന്. സോ യൂഷ്വലി ഒരു തമിഴ് പിക്ചറോ അല്ല ഒരു മലയാളം പിക്ചർ നമുക്ക് റീറെക്കോർഡിങ് ചെയ്യുമ്പോൾ ഒരു 6-7 ദിവസത്തിൽ തീരും റീറെക്കോർഡിങ്. ഈ പടത്തിന്റെ റീറെക്കോർഡിങ് ഞാൻ അന്ന് ചെയ്തത് 30 days ആണ്. അത് ഞാൻ എത്രത്തോളം ചെയ്തു ഇന്നും അത് പടം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഏതോ ചെയ്യണം. ഇപ്പൊ പല പ്രാവശ്യം ഇപ്പൊ അതൊക്കെ മുമ്പോട്ട് ഞങ്ങൾ ചെയ്ത പടങ്ങളുടെ സിയാജി അവിടെ വന്നിട്ട് ഒരു 5th day വരുമ്പോൾ അത് തീരാറാവും. ആ പടത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ തീരാറാവും. ആ സ്റ്റേജിൽ ആണ് അവർ വന്ന് കാണുന്നത്. അപ്പൊ ആദ്യം തുടങ്ങിയിട്ട് പിന്നെ ഒരു 5 days കഴിഞ്ഞിട്ട് സിയാജി അവിടെ വരുമ്പോൾ പടം എൻഡ് ഓൾമോസ്റ്റ് 13th 14th ക്ലൈമാക്സ് മുമ്പോട്ടുള്ള റീല് നമുക്ക് നടക്കും. പക്ഷെ ഈ പടത്തില് അവർ 2-3 times വന്നു ചെന്നൈക്ക്. 3 times വരുമ്പോൾ ഇന്നും തീർന്നിട്ടില്ല, ഇന്നും സമയം വേണം. പിന്നെ അവർ ഒന്നും പറഞ്ഞില്ല, ഓക്കെ ടേക്ക് യുവർ ടൈം. പിന്നെ that shows his confidence in me. His confidence not only in me, his confidence in the picture.
ഈ പിക്ചറിനെ ഇത്രത്തോളം നെസസറി. പിന്നെ അതുകൊണ്ടാണ് വിദ്യാസാഗർ ഇത് ചെയ്യുന്നത്. അങ്ങനെ ഒരു നമുക്ക് see how I don't think I can see too many producers like CRG for that matter, അല്ലേ, who support. ഒരു ടെക്നീഷ്യന് വേണ്ടിയത് അതാണ്, എനിക്കിത് വേണം പോലെ അത് തരണം, പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അത് ഈ പടത്തിനെ ഇത്രത്തോളം എനിക്ക് ഇന്നൊരു 5 days വേണം, അപ്പോൾ ഇത് തീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ദാറ്റ് വാസ് എ ലവ്ലി എക്സ്പീരിയൻസ്. ആ പടം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മെയിനായിട്ട് ആ പടത്തിൽ വരുന്ന ആ 7 bells എന്ന് പറയുന്ന സാധനമുണ്ടല്ലേ, അതാണ് ദാറ്റ് വാസ് ദി മെയിൻ കീ എലിമെന്റ്. ഞാൻ പറഞ്ഞു എന്താണ് 7 bells എന്ന്, ഞാൻ എന്തോ ഉദ്ദേശിച്ചു. പിന്നെ ഒരു പടം കാണുമ്പോഴാണ് ഞാൻ കണ്ടത് അത് പിയാനോ അല്ല, ഹാർമോണിയം അല്ല, വെറുതെ ഒരു ബെൽസും അല്ല, എല്ലാം ചേർന്ന് ഒരുമിച്ച ഒരു സാധനമാണ്. അപ്പൊ അതിന്റെ ഒരു സൗണ്ട് ഡിസൈനിങ് ഇത്തിരി സമയമെടുത്തു. പിന്നെ ആ ബെല്ലോസ് വരുമ്പോൾ അത് ശ്വാസം എടുക്കുന്നത് പോലെയാണ്. ബെല്ലോസ് ഹാർമോണിയത്തിന്റെ ബെല്ലോസ് പോലെ പിയാനോ കീസ് ഉണ്ട്, പെഡലുണ്ട്, പിന്നെ ബെല്ലോസ് ഉണ്ട്. പിന്നെ ശ്വാസം എടുത്തിട്ട് ആ സൗണ്ട്, ആ ശബ്ദം വരുന്നുണ്ട്. പിന്നെ ഈ ഓരോരോ ബെല്ലും ആ നോട്ട് വായിക്കുമ്പോൾ പിന്നെ മേലോട്ട് ചെറിയ ബെൽസ് ഉണ്ട്, അതിന്റെ കംപ്ലീറ്റ് അത് വായിക്കും. ഇറ്റ് വാസ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ലേ വിദ്യാജി പറഞ്ഞതല്ലേ, വിദ്യാജി ഈ മൂവിയിലേക്ക് വരുന്നത് ഇതിന് മുമ്പത്തെ വേർഷൻ ഫസ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് ഹി കെയിം ടു കൊച്ചി. ഇവിടെ വന്ന് ഫുൾ സ്ക്രിപ്റ്റ് കേട്ടപ്പം സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് ഏകദേശം ഒരു 6 മാസം മുമ്പേ കഥയെപ്പറ്റി നല്ല ധാരണ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് അദ്ദേഹം മനസ്സിലത് വർക്ക് ചെയ്ത് തുടങ്ങി കാണണം. ഈ എന്തിരോ മഹാനുഭാവനും പാട്ട് അതിൻ്റെ ഡിസിഷൻ എടുക്കുക കീർത്തനം തന്നെയാണെന്ന് ഡിസൈഡ് ചെയ്തത് അദ്ദേഹമാണ്. അതിനുവേണ്ടി അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 1 മാസത്തോളം വേണ്ടി നൊട്ടേഷൻസ് എടുക്കാൻ തനിച്ച് സമയമെടുക്കും ആ ഒരു പാട്ടിന് വേണ്ടി മാത്രം. അപ്പോൾ അത് പിന്നെ ഞങ്ങളുടെ ഒരു റിലേഷൻ തുടങ്ങുന്നത് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് പ്രണയവർണ്ണങ്ങൾ. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ സിനിമകൾക്കും എനിക്ക് ഏറ്റവും മനോഹരമായ പാട്ടുകൾ തന്നെയാണ് പ്രണയവർണ്ണങ്ങൾ, സാമ്പരൻ ബസയ, മുസ്താദ്, എല്ലാത്തിനും ഭയങ്കര ഗംഭീരം. അപ്പം ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 4ാമത്തെ പടമാണ് ബാക്ക് ടു ബാക്ക് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു നല്ല റാപ്പ് ഉണ്ടാകും. എനിക്കെന്താ വേണ്ടത് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം എനിക്ക് എന്ത് തരുമെന്നുള്ളത് എനിക്കും അറിയാം. കൃത്യമായിട്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് സിയാദിനും അതിനു മുമ്പ് മറവത്തൂർക്കരവും സമരൻ ബദലവും ഒരുമിച്ച് അവർ ചെയ്തുകൊണ്ട് ഞങ്ങൾ 3 പേരും തമ്മിൽ കൃത്യമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പറയാതെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പം ഈ കഥ വന്നപ്പോൾ നമുക്ക് വേറെ ഓരോ ഓപ്ഷനും ഇല്ല, വിദ്യ ഈസ് ഗോയിങ് ടു ഡു ദിസ് മൂവി എന്നുള്ളത് ഞങ്ങൾ ഡിസൈഡ് ചെയ്തതാണ്. സോ ഈ വാസ് വെരി മച്ച് പാർട്ട് ഓഫ് ദിസ് മൂവി ഫ്രം ദ ഈവൻ ബിഫോർ വി സ്റ്റാർട്ട് ഷൂട്ടിംഗ്. അങ്ങനെ ഒരു ഇൻവോൾവ്മെൻറ്റ് എല്ലാവർക്കും ഇതിനകത്തുണ്ടാകും. ഒരുപാട് പേരുടെ ഇൻപുട്സ് ഉണ്ട്. ഇതിപ്പം എൻ്റേതോ രഘുവിൻ്റെതോ മാത്രമല്ല, ഇതിലെ ഓരോ ടെക്നീഷ്യൻസും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ, സന്തോഷ് ആയാലും ഉത്തരാജായാലും ശ്രീധർ സാറായാലും സതീഷ് കോസ്റ്റ്യൂംസിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കൃത്യമായ ഇൻപുട്സ്, അവരുടെ ഏറ്റവും ബെസ്റ്റ് ഇൻപുട്സ് ഈ സിനിമയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാൾക്ക് മാത്രം ഇതിൻ്റെ ഒരു ക്രെഡിറ്റും അവകാശപ്പെടാനില്ല, എബവ് ഓൾ ദ പ്രൊഡ്യൂസർ. കാരണം ഒരു പ്രൊഡ്യൂസർ ധൈര്യമായിട്ട് ഒരു ഡയറക്ടറെ വിളിച്ചിട്ട് ആദ്യം പറയുകയാണ് എനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ ആണ്, ഒരു കഥ കിട്ടുമെന്ന് ചോദിച്ചു. അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആർട്ടിസ്റ്റുകൾ പ്രശ്നമല്ല, ആരാക്ട് അതൊക്കെ പിന്നീട് കഥ കൊണ്ടുവരും, കഥയ്ക്ക് പറ്റുമ്പോൾ ബാക്കിയെല്ലാം കൊണ്ടുവരും. അങ്ങനെ ഒരാൾ ധൈര്യമായിട്ട് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ, നമ്മളെ ഒരാൾ വിശ്വാസത്തിലെടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ലത് കൊടുക്കാൻ പറ്റും. അപ്പം ഇതെല്ലാം ഒരു വല്ലാത്തൊരു കോമ്പിനേഷൻ ഒത്തുവന്നത്. ബട്ട് റിസൾട്ട് വാസ് ഡിസപ്പോയിൻറ്റിങ് അന്നത്തെ കാലത്ത്. ബട്ട് 24 വർഷങ്ങൾക്ക് ശേഷം ദിസ് ഈസ് വൺ ഓഫ് എ കൈൻഡ്. ഇങ്ങനെയൊന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ലോക സിനിമയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എനിക്ക് എൻ്റെ ഓർമ്മയിൽ, എൻ്റെ അറിവിലില്ല. ഒരു പരാജയപ്പെട്ട സിനിമ ഒരു 4 നൂറ്റാണ്ടിന് ശേഷം പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നു, അത് തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അത് ഞങ്ങളാരും ഇങ്ങനൊരു സക്സസ് പ്രതീക്ഷിച്ചില്ല. ഇത് ചെയ്യുമ്പോൾ വരും ആൾക്കാർ വന്ന് പറയത്ത് കാണും, കുറച്ച് പേര് വരും, കാണും, പോകുന്നൊക്കെയാണ്. ഫസ്റ്റ് ഡേ തൊട്ട് ഇതിൻ്റെ ബുക്കിംഗ് ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. നമ്മൾ വിചാരിച്ചതിൻ്റെ എത്രയോ മുകളിലേക്കാണ് ഇത്
ആൾക്കാരെ ഏറ്റെടുക്കുന്നു എന്നുള്ളത്. ഇതൊന്നും ഞങ്ങളുടെ ആരുടെയും കഴിവില്ല. മുകളിലൊരാളുണ്ട്. എല്ലാം എന്താണ് ഈ നമ്മൾ ഒരിക്കലും മനുഷ്യ സാധ്യമല്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെ ആരുടെയും കഴിവുണ്ടെന്നില്ല. അങ്ങനെ ഒരു തോന്നൽ ഇവരുടെ ഉള്ളിലേക്ക് വരുത്തിയതാരാണെന്ന് എനിക്കറിയില്ല. ഇത് പ്രേക്ഷകരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിനെ സ്വീകരിക്കുമ്പോൾ നമുക്കറിയില്ല. ബട്ട് എവറിത്തിങ് കെയിം ഇൻ ടു പ്ലേസ്. എല്ലാം കൃത്യമായിട്ടും വന്നിരിക്കുന്നു. അത് എനിക്ക് നന്ദി പറയാനുള്ള ദൈവത്തോട് മാത്രം. 24 വർഷത്തെ ഞങ്ങളുടെ ഒരു ട്രാവലുണ്ട് ഇതിൻ്റെ ആഗ്രഹം. അദ്ദേഹം പറഞ്ഞതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം 42 വർഷത്തെ ഒരു ട്രാവലാണ്. അപ്പം സിയാദിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ കഴിഞ്ഞ് 24 വർഷത്തെ നമ്മളാരും കടന്നു പോകാത്ത വലിയൊരു പ്രതികൂലങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടു. അതിനെല്ലാം ഒരു എന്താണ് ഞാനെപ്പോഴും പറയാറുള്ള കാര്യം, സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ടും നമ്മൾ ജോലി ചെയ്താൽ അതിനൊരു പ്രതിഫലം ഉണ്ടാകും. അത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. സോ എല്ലാവർക്കും നന്ദി. ഈ സിനിമയെ ഞങ്ങളിലേക്ക് കൊണ്ടുവരാൻ, ഇങ്ങനൊരു സിനിമയെ പറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ഒരു പുതിയ തലമുറയാണ്. നമ്മൾ പലപ്പോഴും അവരുടെ കാഴ്ചപ്പാടുകൾ തെറ്റായി ചിന്തിക്കാറുണ്ട് പലപ്പോഴും അവരും. പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ സിനിമയെ കാണുകയും ആസ്വദിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. അവർ ഈ സിനിമയുടെ നന്മയെ തിരിച്ചറിഞ്ഞത് ഈ തലമുറയാണ്. അവരോടാണ് എനിക്ക് എൻ്റെ ഈ ഒരു സ്നേഹം ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ എല്ലാവർക്കും നിങ്ങളോട് സിയാദ് പറഞ്ഞ പോലെ 40ഓളം ചാനലുകൾക്ക്, നമ്മൾ റേഡിയോ സ്റ്റേഷൻസ്, പ്രിൻ്റ് മീഡിയ, എല്ലാവരും ഞാനൊരു 4 ദിവസം 1 മണിക്ക് മുമ്പ് ഉറങ്ങിയിട്ടില്ല. വീണ്ടും രാവിലെ എണീറ്റ് എല്ലാവരും ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്യും. അപ്പോൾ അത്രയും മാത്രം സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. എല്ലാവരും ഇത് നല്ല സ്റ്റഡി ചെയ്ത് വന്നിട്ടാണ് ഇതിനെപ്പറ്റി നമ്മളോട് ചോദിക്കുന്നത്. അപ്പം നമുക്ക് പറയാനുണ്ട് അത് വലിയ റീച്ച് ഉണ്ടാക്കും സൊസൈറ്റിയിൽ. ഒരു പത്രപരസ്യം കൊടുത്തിട്ടില്ല ഈ സിനിമയ്ക്ക്. അതിൻ്റെ ആവശ്യമില്ല. കാരണം അവരുടെ മനസ്സിലുണ്ട്. നമ്മളെ ഒരു പത്രപരസ്യം ഒരു ദിവസം കണ്ട് പറഞ്ഞു പോകുന്നതാണ്. പക്ഷെ അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുന്നത് അതിനേക്കാൾ വലിയ രീതിയിൽ ഈ സിനിമയോടുള്ള സ്നേഹം പതിഞ്ഞു കഴിഞ്ഞാൽ. സോ എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. ആ ഇല്ല അല്ല, നമ്മൾ ഈ മോഹൻലാൽ വന്നവിടെ ഞങ്ങളുടെ തെറ്റാണ് ഇങ്ങനൊരു ഡിസിഷൻ എടുത്തത്. അന്ന് നമ്മുടെ തെറ്റെന്ന് പറയുന്നത് നമ്മളുടെ മിസ്കൺസെപ്ഷനാണ് ഇതിനെപ്പറ്റി. മോഹൻലാൽ വേദനം വരെ അങ്ങനത്തെ ഒരു ക്യാരക്ടറോ ഒന്നും ട്രാക്കില്ല. മോഹൻലാൽ വന്നതോടുകൂടി അന്നത്തെ മോഹൻലാലിന് ഒരു സ്റ്റാർഡത്തിനെ നമ്മൾ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകർക്കൊരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ സിനിമയിൽ ആക്ച്വലി നമ്മുടെ ഇപ്പോൾ പറഞ്ഞ കഥയിൽ അത്രമാത്രം എലമെൻറ്റ്സ് ഇല്ല. മോഹൻലാൽ ഒരു സൂപ്പർ ഹീറോ എന്നില്ല. അപ്പോൾ അത്തരത്തിലൊരു ഓഡിയൻസിനെ കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ചില എലമെൻറ്റ്സ്, ഒരു ഫൈറ്റ് സീക്വൻസ് ആദ്യം ഉണ്ടായിരുന്നു. അത് കഥയുമായിട്ടൊരു ബന്ധമില്ലാത്ത മോഹൻലാലിൻ്റെ ക്യാരക്ടറിനെ ഒന്ന് ഒരു ബൂസ്റ്റ് ചെയ്യുന്നൊരു സാധനം. അമ്പിളിച്ചേട്ടൻ്റെ ക്യാരക്ടറും ഹ്യൂമർ എലമെൻറ്റ് മാത്രമാണ്. അത് മെയിൻ സ്റ്റോറിയെ ഒരു ഘട്ടത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രാക്കായിരുന്നില്ല. പക്ഷെ അമ്പിളിച്ചേട്ടൻ അത് ഗംഭീരമായിട്ട് ചെയ്തു. ഒരുപാട് പേര് ചിരിക്കുന്നുണ്ട്. ചിലരൊക്കെ ഇപ്പോഴും പറയുന്നുണ്ട് അമ്പിളിച്ചേട്ടനും മിസ്സിംഗ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ കഥയ്ക്ക് അത് ആവശ്യമില്ല. അമ്പിളിച്ചേട്ടൻ എൻ്റെ കൂടെ ഒരുപാട് പടങ്ങൾ ചെയ്തു. എൻ്റെ ഒരുപാട് ഗംഭീരമായ കഥാപാത്രങ്ങൾ എൻ്റെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം പക്ഷെ അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല. ഞങ്ങൾ ചെയ്ത ഒരു തെറ്റായ ഡിസിഷനെ ഞാനിപ്പോൾ കറക്റ്റ് ചെയ്തു. ഈ സിനിമയ്ക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ കഥ മാത്രം പറഞ്ഞു. 34 മിനിറ്റാണ് ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്തത്. 2 മണിക്കൂർ 46 മിനിറ്റ് ഉണ്ടായിരുന്ന സിനിമ ഇപ്പോൾ 2 മണിക്കൂർ 12 മിനിറ്റ്. അത് ആരും അമ്പിളിച്ചേട്ടനെ മിസ്സായെന്ന് പടം കഴിയുന്നതിനും വരെ പറഞ്ഞിട്ടില്ല. പടം കഴിഞ്ഞപ്പോഴാണ് അമ്പിളിച്ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിൻ്റെ ആദ്യത്തെ ഫൈറ്റ് ആവശ്യമില്ലായിരുന്നു. രണ്ടാമതൊരു ഫൈറ്റ് ഉണ്ട്. അതും ഞാൻ കൃത്യമായിട്ട് ഇത് എഡിറ്റ് ചെയ്യുന്ന ഇച്ചിരി ടഫാണ്. കാരണം നമ്മൾ മിക്സഡ് സൗണ്ട് ട്രാക്ക് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാം. മ്യൂസിക്കും ഡയലോഗും ഒക്കെ മിക്സ് ചെയ്ത് കിടക്കാം. അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. മറ്റ് റീ റെക്കോർഡിംഗ് ട്രാക്സ് നമുക്ക് മൾട്ടിപ്പിൾ ട്രാക്സ് ഉണ്ടെങ്കിലും ഡയലോഗുമായിട്ട് മിക്സ് ചെയ്യുന്ന പോർഷനിൽ കട്ട് ചെയ്താൽ മ്യൂസിക്കും ജമ്പാവും ഡയലോഗും ജമ്പാവും. അപ്പം സൈലൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെ നോക്കി മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ
എന്താണ് നന്നായി ചെയ്യാൻ കഴിയും. ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില കാര്യങ്ങൾ. നമുക്ക് കട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് കട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഞങ്ങൾ ചില ട്രിക്കൊക്കെ അതിനകത്ത് ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോൾ ഈ അമ്പിളിച്ചേട്ടൻ്റെ സീക്വൻസ് അതുപോലെ തന്നെ കൃത്യമായിട്ട് മാറ്റാൻ കഴിഞ്ഞു. മോഹൻലാലിൻ്റെ ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാളവണ്ടി പൊക്കുന്നത് ആ ഫൈറ്റിൻ്റെ എൻഡിൽ വരുന്ന ഷോട്ടും ആദ്യത്തെ ഷോട്ടും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റി. ഇതൊക്കെ അല്ല, അങ്ങനെ എല്ലാം ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഹ്യൂമൻലി പോസിബിൾ അല്ലാത്തൊരു കാര്യം. ഡിവൈൻ ഇൻ്റർവെൻഷൻ, ഒരു ദൈവികമായ ഇടപെടലുണ്ട്, അല്ലെങ്കിൽ സാധിക്കത്തില്ല. എങ്ങനെയാണ് കുപ്പത്തൊട്ടിയിൽ കളഞ്ഞ ഒരു സിനിമ മാണിക്യമായിട്ട് പോകുന്നിരിക്കും അല്ലേ? അത് മനുഷ്യനെ കൊണ്ട് സാധിച്ചല്ല, ദൈവം ഇതിനായിട്ടൊരു സമയം നിശ്ചയിച്ചിരുന്നു. ആ സമയം ഇതാണ്. ഞാൻ അത് തന്നെ വിചാരിക്കുന്നത്. എന്താണ് ഈ സിനിമ 24 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണ്. പക്ഷെ മരിച്ചവനെ ഉയർപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. ആ ഉയർത്തെഴുന്നേൽപ്പ് പഠനം സംഭവിച്ചു. ഇന്നലെ പടം കാണുമ്പോൾ എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞില്ലേ, പിന്നെ അതിൻ്റെ എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം. ഇത് ആദ്യമായിട്ട് ഞാൻ ചെയ്തത് ഒരു മലയാള പടമാണ്. പിന്നെ ഇന്നലെ ഞാൻ കണ്ടത് ഒരു ഇംഗ്ലീഷ് പടമാണ്. യുനോ ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു എൻ ഇംഗ്ലീഷ് ഫിലിം. അതിൽ പ്രൊട്ടാഗണിസ്റ്റ് ഉണ്ട് ഇംഗ്ലീഷ് പടങ്ങളിൽ. അത് യൂഷ്വലി ഒരു വലിയ ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യും, ബട്ട് ആ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യും. അതിന് അൺവാണ്ടഡ് ആയിട്ട് ഒന്നും സീൻസ് വരാറില്ല. അൺവാണ്ടഡ് ഇത് യു ജസ്റ്റ് ഗോ വിത്ത് ദി സബ്ജക്ട് ദി ഹോൾ ഫിലിം. ഈ പടമോ അതുപോലെ തന്നെ ഇന്ന് കാണുമ്പോൾ ഇറ്റ് വാസ് ഓൺലി ദ സബ്ജക്ട്, ദർ വാസ് നത്തിങ് എൽസ് ഫ്രം ദി ബിഗിനിങ്. ആരാണ് ഇതാരാണ് വായിക്കുന്നത്, ഇതാണ് ചോദ്യം. ആരോട് എന്തോ പറയാനുണ്ട്. സോ ദി ടാഗ് ലൈൻ വാസ് ദി മെയിൻ സബ്ജക്ട്. സോ അതാണ്. സോ വെൻ ഐ സോ ദി ഫിലിം ആഫ്റ്റർ ദി re-edited version, I felt if this was the original version, അപ്പോൾ മ്യൂസിക്കിനും ചിലയിടത്ത് ഞാൻ സൈലൻസ് ഇട്ടേക്കാം. There was a lot of music. ചിലയിടങ്ങളിൽ I thought it could have been silent. അതാണ് ഒരു but I mean it was wonderful, very nice, great experience and great editing, very nice. ജഗദീഷ് സാറുടെ കംപ്ലീറ്റ് പോർഷൻ മാറ്റിയെടുത്തു. ആ പട്ടികളിലൂടെ കോമഡി ഒക്കെ എല്ലാം പോയി. ആദ്യത്തെ ഫൈറ്റ് അല്ലേ എല്ലാം പോയി. മൂന്നാമത്തെ ഫൈറ്റ് ട്രിം ചെയ്തു. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പൊ നിങ്ങളിപ്പോ മലയാളം നിങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് ടേക്ക് ഇറ്റ്, ഇതാണ് സബ്ജക്ട്. ഈ സബ്ജക്റ്റ് റിലവൻ്റ് ആയിട്ടുള്ളത് മൊത്തം മുഴുവൻ പടവും അതുപോലെ തന്നെ. നമുക്ക് പാട്ട് ആവശ്യമുണ്ട് നമ്മുടെ പടങ്ങളിലെ, അപ്പോൾ പാട്ടിന്റെ ആവശ്യമുണ്ട് ഉള്ളത് കൊണ്ടും സംഗീതം പ്രാധാന്യം ഉള്ളത് കൊണ്ടും അയാൾ സംഗീതജ്ഞൻ ഒരു ഇത് കൊണ്ടും നമുക്ക് മ്യൂസിക് വാസ് മോർ മ്യൂസിക് ആൻഡ് സോങ്സ്. ബട്ട് അത് ഒഴിവാക്കിയിട്ട് നമുക്ക് പാത്ത ഒരു ഇംഗ്ലീഷ് പടം കാണുന്നത്. അതാണ് എൻ്റെ ദാറ്റ് വാസ് മൈ എക്സ്പീരിയൻസ് വെൻ ഐ വാച്ച് ദി ഫിലിം. ഇറ്റ് വാസ് ലവ്ലി. ഒരു കാര്യം കൂടെ ഉള്ളത്, എല്ലാ പടം കണ്ട ശേഷമുള്ള ഫീഡ്ബാക്കുകൾ എല്ലാവരും യുനാനിമസ് ആയിട്ട് പറയുന്ന ഒരു കാര്യം, എല്ലാ തിയേറ്ററിലും നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്, പടം കഴിഞ്ഞിട്ട് ആൾക്കാർ എണീക്കുന്നില്ല, അവിടെ ഇരിക്കുകയാണ്. കാരണം എന്താണ്, എന്തോരോ മഹാനുഭാവങ്ങൾ വീണ്ടും വരികയാണ്. അപ്പോൾ ആ പാട്ട് തീർന്നു കഴിഞ്ഞിട്ടും സൈലൻസ് തിയേറ്ററിലെ സ്ക്രീനിലെ ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞിട്ടാണ് ആൾക്കാർ എണീക്കുന്നത്. ചിലരൊക്കെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സാർ അത് കുറച്ചും കൂടെ അത് മുഴുവൻ കാണിക്കാമായിരുന്നല്ലോ, എന്തുകൊണ്ട് ഇടയ്ക്ക് വെച്ച് നിർത്തി വെച്ചു. അത് ടെക്നിക്കലി നമുക്ക് ടൈറ്റിലിൻ്റെയും വെറുതെ മ്യൂസിക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ ഒരു സെൻസേർഡ് ലെങ്ത് ഉണ്ട്, അതിൻ്റെ പ്രത്യേകം കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പക്ഷെ ആൾക്കാർ ചോദിക്കുന്നത് അതിനുവേണ്ടിയായിരിക്കും. വൺ ഓഫ് ദ മെയിൻ ഫാക്ടേഴ്സ് ഓഫ് ദിസ് മൂവി തിരിച്ചു വരാൻ ആൾക്കാർ ആഗ്രഹിച്ചത് മ്യൂസിക് തന്നെയാണ്. ബാക്കിയെല്ലാം അതിനെ കൂടെ അട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ മ്യൂസിക് അത്രയും നല്ലൊരു മ്യൂസിക് തന്ന വിദ്യാർത്ഥിയോട് പേഴ്സണലായിട്ടൊന്നും പറയുന്നത് അറിയാം. ഈച്ച അതർ നിങ്ങളെ ഉള്ളിൽ ആ സ്നേഹവും സന്തോഷവും നന്ദിയുണ്ട്. ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാറിന് എഡിറ്റിംഗില് അതേമാതിരി തന്നെ ഞങ്ങളുടെ 40 റെസൊല്യൂഷൻ
ഒക്കെ സഹായിച്ച ഷെൽവൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഞാൻ ആ പേര് നേരത്തെ മെൻഷൻ ചെയ്യുന്നതായിരുന്നു. ഞങ്ങളുടെ ഫോക്കസ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു ബോണി എന്ന് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള വളരെ ചെറിയ സ്റ്റുഡിയോ വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ പുറത്തു പോയി വർക്ക് ചെയ്യുന്നുണ്ട്. കടവന്ത്രയിലെ വളരെ ചെറിയ ഒരു സ്ഥലത്താണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ബോണിയുടെ അതേമാതിരി പുള്ളിയുടെ ബോണി സിസ്റ്റർമാരുണ്ട്. അപ്പോൾ ഷെൽവൻ ഡെഫിനറ്റ് ആയിട്ട് ട്രിം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സാറ് വരില്ലേ? നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും ഞങ്ങൾ ആദ്യം പടം ഒന്ന് കാണാം. അപ്പോൾ ഷെൽവൻ്റെ തിയേറ്ററിൽ തന്നെ ഞങ്ങൾ പടം കാണുന്നു. സിപി സാറുണ്ട്, അവസാനം പിന്നെ രഘുതാൻ കലയുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫസ്റ്റ് എന്തുണ്ടായിരുന്നു അത് കണ്ടു. അതിനുശേഷമാണ് സിബിയും ഷെൽവനും ബോണിയും കൂടെ എവിടുത്തെ കട്ടിങ് പോയിൻ്റാണ്, എവിടുത്തെ കട്ടിങ്, ഏതൊക്കെയാണ് കട്ടിങ് പോയിൻറ്റ്സ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. അത് കറക്റ്റായിട്ട് ചെയ്തു. അത് ഡെഫിനറ്റായിട്ടും അത് ഒരു ആർട്ട് ഓഫ് എന്താ പറയുക, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു വർക്കാണ്. അപ്പോൾ നാച്ചുറലി ഷെൽവന് അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല എന്നത് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കല്യാണം കണ്ട് ഉറപ്പിച്ച് ഞങ്ങൾക്ക് സന്തോഷ വാർത്തകളാണ്. ഈ പടം തീർന്നപ്പോഴത്തേക്കും, ഈ പടത്തിൻ്റെ വർക്ക് തീർന്നപ്പോൾ പുള്ളി കല്യാണം ഉറപ്പിക്കാൻ പോയി. നല്ല നല്ല ശുഭമുഹൂർത്തത്തിൽ സംഗീതം നടന്നു. ഉറപ്പിച്ചിട്ടേ ഉള്ളൂ, കല്യാണം നടക്കട്ടെ. അതെ, അപ്പം അത് ഡെഫിനറ്റായിട്ടും അത് മാത്രമല്ല സപ്ത, അത് രാത്രി എന്നുള്ള പ്രശ്നമില്ല അവിടെ. ഞങ്ങൾക്കൊരു ഓപ്പൺ ഗേറ്റ് ആയിരുന്നു. അപ്പോൾ അത് ബോണിൻ്റെ അസോസിയേറ്റ്സ് ഒക്കെ രാത്രിയാണെങ്കിലും ഇന്നലെ ഞാൻ ചോദിച്ചുകൊണ്ട് സത്യം പോയെങ്കിലും എനിക്കറിയില്ല എന്തിനൊക്കെയാണ് ഓർമ്മ. ഓക്കെ, ഞാനിന്നലെ സിനിമ കാണുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് കാണുക എന്ന് പറയുന്നത് ആദ്യം സാധ്യമായിട്ടില്ല. അന്ന് ഇറങ്ങുന്ന സമയത്ത് ഓരോരുത്തർ ഓരോ തിയേറ്ററിലൊക്കെ കാണുന്നു. അന്നിങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കാണുന്ന ഒരു ശീലമില്ല. ഇപ്പോൾ വനിതാഗതിയിൽ എല്ലാ പുതിയ പടങ്ങളും ഇറങ്ങുമ്പോഴും അങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ കാണാം. അപ്പോൾ അതിൽ ഞാൻ അഭിനയിച്ച ഒരു സിനിമ നിലനിൽക്കാൻ കൂടുതൽ ഞാനൊരു സിനിഫൈൽ എന്നുള്ള രീതിയിൽ, ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിലാണ്, അത്ര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ തിയേറ്ററിൽ ഇരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾ എവിടെയൊക്കെ നമ്മളെ എങ്ങനെയൊക്കെ, അപ്പോൾ പല മ്യൂസിക് നോട്ട്സ് വരുമ്പോഴും ഇങ്ങനെ കാലിലടിയിൽ ഇങ്ങനെ ഒരു ഗൂസ്ബംസ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇതിനകത്ത് ഭാഗമായതുകൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഇന്റർവെൽ ആയപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കുറച്ച് പേരുടെ അടുത്ത് വന്നിട്ടുണ്ട്, ചേട്ടാ പല സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ധരിച്ചിരിക്കുകയായിരുന്നു. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇപ്പൊ വിദ്യാജി പറയുമ്പോഴും സുസാർ പറയുമ്പോഴൊക്കെ ആലോചിച്ച് നോക്കേണ്ടത് എന്തൊരു മഹാനുഭാവലം എന്നുള്ള സോങ് 300 വർഷം മുമ്പാണ് ആദ്യത്തെ കോമ്പോസിഷൻ ത്യാഗരാജസ്വാമികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇത്രയും നൂറ്റാണ്ടുകൾ കടന്ന് ഇവിടം വരെ എത്തുമ്പോഴും രണ്ടാമത് ആ പാട്ട് വീണ്ടും സ്ക്രീനിൽ വരുമ്പോഴും പ്രേക്ഷകർ അത് കാത്തിരിക്കാണ്, എഴുന്നേക്കാതെ. സിനിമയുടെ കഥയല്ല വിഷയം. ദേവദൂതനെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ കഥ നമ്മൾ നേരത്തെ അറിയുന്നതാണ്, നമ്മൾ കണ്ടതാണ്. നമുക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിയേറ്ററിൽ ചെല്ലുന്നത്. ആ എക്സ്പീരിയൻസ് ആളുകളെ ഇത്രത്തോളം അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് മ്യൂസിക്കലി. കാരണം ഞാൻ വിദ്യാജി ഇന്ന് കണ്ടപ്പോഴും ഞാൻ അതാ പറഞ്ഞത്, ആ സിനിമയിൽ പറയുന്ന മ്യൂസിക്, അയാൾ സംഗീതത്തിന്റെ രാജാവാണ് എന്ന് പറയുമ്പോൾ രണ്ട് രാജാക്കന്മാർ, ദേവദൂതനിൽ ആ ഡയലോഗിൽ പറയുന്ന സംഗീതത്തിന്റെ രാജാവാണ് എന്ന് പറയുന്ന ആ സിനിമയിൽ രണ്ട് രാജാക്കന്മാരുണ്ട്. ഒന്ന് ത്യാഗരാജസ്വാമികളിൽ നിന്ന് തുടങ്ങി ആ ഒരു കോമ്പോസിഷൻ. ഞാൻ തന്നെ അഭിനയിച്ച കുടുംബസമയത്തിലും എന്തൊരു മഹാനുഭാവലും സോങ് ഉണ്ട്, പഞ്ചരത്ന കൃതികളിലുള്ളതാണ്. ആ സിനിമ തീരുന്നതും അവിടെയാണ്. പക്ഷെ അതിനെ ഇത്രത്തോളം എന്തൊരു മഹാനുഭാവനും ഇനിയൊരു പക്ഷെ ഓർമ്മിക്കപ്പെടുന്നത് ഈ കോമ്പോസിഷനിലായിരിക്കും. അപ്പോൾ പണ്ടൊരു മാസ്റ്റർ ചെയ്തു വെച്ച ഒരു സംഗീതത്തെ, ഒരു ആർട്ടിൽ കൈവയ്ക്കണമെങ്കിൽ വേറൊരു മാസ്റ്ററിനെ പറ്റുള്ളൂ. ആ മാസ്റ്ററാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുന്നത്. എന്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് അതായിരുന്നു, വിദ്യാർത്ഥിയുടെ കൂടെ ഇരുന്നിട്ട് ഇന്നലെ സിനിമ കാണുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇന്ന് രാവിലെ വന്നപ്പോൾ ഞാൻ വിദ്യാർത്ഥി ഇങ്ങനെ ഈ സിനിമയുടെ എന്റെ എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥി പറഞ്ഞത്, ആ സിനിമയിൽ ഞാൻ അതാണ് വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ചോദിച്ചതാണ് വീണ്ടും, എന്താണ് വിദ്യാർത്ഥിക്ക് ഇന്നലെ തോന്നിയത്. അപ്പോൾ വിദ്യാർത്ഥി പറഞ്ഞത്, ആ സിനിമ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി മ്യൂസിക് പോർഷനൊക്കെ എനിക്ക് ചെയ്തത് ഓർമ്മയുണ്ട്, ഞാനാണ് ചെയ്തതെന്ന് അറിയാം. പക്ഷെ അതിനകത്ത് ഒരു പർട്ടിക്കുലർ സീനില്ല. അപ്പൊ ഞാൻ ഏത് സീനാണ് സർ? അപ്പൊ പറഞ്ഞത്, അതിനകത്ത് ഒരു ഡ്രാമ സ്റ്റേജിൽ റിഹേഴ്സൽ ചെയ്യുമ്പോൾ ലാലേട്ടൻ കയറി വന്നിട്ട് ആ പേര് മാറ്റാൻ പറഞ്ഞത്. മേരി അല്ല, അവള് മേരി അല്ല, അലീനയാണ്, അത് ആ സംഗീതത്തിലുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഫ്ലൂട്ട് പിറ്റ് വരുന്നുണ്ട്. അപ്പോഴാണ് വിദ്യാജി ഇതായിരുന്നു ചെയ്തത് സ്വയം
ചോദിച്ചത്. അതാണ് സംഗീതത്തിന്റെ. അപ്പൊ അതാണ് വിദ്യാർത്ഥി അല്ല അത് തന്നെ ആ പാട്ടിന്റെ ആദ്യം ആ പാട്ടിന്റെ വന്നിട്ടുള്ളത് അതിനാണ് തീമാണ്. നമുക്ക് എല്ലായിടത്തും അതാണ് വരുന്നത്. അതാണ് ആദ്യമായിട്ട് വരുന്നത്. അനീനാണ് പറയുമ്പോൾ ആ മ്യൂസിക് പോർഷൻ വന്നപ്പോഴാണ് വിദ്യാർത്ഥി തന്നെ സ്വയം ഇത് ആര് ചെയ്തു എന്നുള്ള രീതിയിൽ അത് ഭയങ്കര എക്സൈറ്റിംഗ് അല്ലേ. അതാണ് നമ്മുടെ മ്യൂസിക്കിന്റെ ഒരു പ്യൂരിറ്റി എന്ന് പറയുന്നത്. കാരണം നമ്മളൊക്കെ ഒരു എർത്തിങ് ആവുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആർട്ട് എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ അതിനൊരു ചാലകമായിട്ട് നിൽക്കുന്നു, വേറെ എവിടുന്നു ഇത് വരുന്നു, നമ്മളിലൂടെ അത് വരുന്നു. അത് കൃത്യമായിട്ട് വിദ്യാർത്ഥി ഫീൽ ചെയ്തതും വിദ്യാർത്ഥി എപ്പോഴും അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പൊ അതാണ് സിനിമ തന്നൊരു എക്സ്പീരിയൻസ്. ഇപ്പൊ എന്നെ പേഴ്സണലി എനിക്ക് അതായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ്. ആളുകളും അതിനെ അങ്ങനെയാണ് കാണുന്നത്. ഈ സിനിമ ദേവദൂതൻ ഒരിക്കലും സിനിമയുടെ പരാജയം എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴും അത് ട്രാവൽ ചെയ്ത് വന്നത് അതിന്റെ മ്യൂസിക്കിന്റെ എന്താ പറയുക ചിറകിലാണ്. ഈ 24 വർഷം അത് ട്രാവൽ ചെയ്ത് വന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മൾ തിയേറ്ററിൽ ചെല്ലുന്നത്. അത് കൃത്യമായിട്ട് അറ്റ്മോസ്ഫിയർ മിക്സ് ചെയ്ത് സിയാദ്ക പറഞ്ഞ കാര്യം അതായിരുന്നു. ഇന്നലെ അന്ന് 24 വർഷം മുമ്പ് ഇറങ്ങുമ്പോൾ കേൾക്കാത്ത ഒരുപാട് ശബ്ദങ്ങൾ, അതായത് മ്യൂസിക്കലി അത് ഞാൻ കേട്ടു. ഞങ്ങൾ രണ്ടുപേരും വീണ്ടും നമുക്ക് കുറച്ചുകൂടെ സെന്ററിൽ ഇരുന്ന് കാണാം. അറ്റ്മോസ്ഫിയർ എപ്പോഴും ഫീൽ ചെയ്യാൻ നമ്മൾ സെന്ററിൽ ഇരിക്കുമ്പോഴാണ്. ഇന്നലെ കുറച്ച് പിറകിലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ സിനിമ തന്ന ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പാർട്ട് ഫ്രം ഞാൻ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ എന്നുള്ളതിനപ്പുറത്ത് ആ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാ എങ്ങനെ എന്നറിയാനാണ് ഞാൻ തിയേറ്ററിൽ ചെന്നത്. അത് വാസ് അമേസിങ്. പ്രേക്ഷകർക്കും അത് കാരണം അതിനുശേഷം ഇന്നലെ രാത്രി 1:30 മണിക്കൊക്കെ ദുബായിൽ നിന്ന് അവർക്ക് ഷോ കഴിഞ്ഞിട്ട് ആളുകൾ എന്നെ വിളിച്ചിരുന്നു, ചേട്ടാ ഒന്ന് വീഡിയോ കോളിൽ വരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അത് അത്രമാത്രം ഇത് ഏറ്റെടുത്തു എന്നുള്ളത് ഭയങ്കര സർപ്രൈസ് ചെയ്യും. അപ്പൊ അത് എല്ലാവർക്കും അതാണ് സന്തോഷം. അപ്പാർട്ട് ഫ്രം നമ്മളിതൊരു 100 കോടി ക്ലബിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ സിനിമയല്ലല്ലോ. ഈ സിനിമ ഒരു അനുഭവമാണ്. ഞങ്ങൾ അന്ന് എടുത്തൊരു പെയിൻ ഉണ്ട്. ആ പെയിൻ ഇന്ന് ഞങ്ങൾക്ക് സന്തോഷമായി തരുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്. അത് വെരി ഹാപ്പി വിത്ത് ദാറ്റ്. താങ്ക് യു. പട്ടിയായിട്ടുള്ള മലപ്പുറത്തൊക്കെ അതന്ന് ഞാൻ അന്ന് അത് കാണുമ്പോൾ നമ്മൾ ഈ എന്റെ അനുഭവത്തിൽ എനിക്കൊരു ഓർമ്മയില്ല. നമ്മൾ ഈ പണ്ട് പഠിച്ച സ്കൂള് നമ്മുടെ ഉള്ളിൽ വലിയ സ്കൂളാണ്. അപ്പൊ അത് പിന്നെ കാലങ്ങൾക്ക് ശേഷം ഇപ്പൊ പോയി നോക്കുമ്പോൾ അത് ഭയങ്കര ചെറിയ സ്കൂളായിട്ട് തോന്നാം. അതുപോലെ അന്ന് ആ പട്ടിയുടെ സീനൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്കത് ഭയങ്കര സീനായിരുന്നു അന്ന് തിയേറ്ററിൽ കണ്ടപ്പോൾ. ഇന്ന് കാണുമ്പോൾ ഇത് ഇങ്ങനെയായിരുന്നല്ലേ. അതിന്ന് മാറി നിന്നിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്റെ ചെറിയ മോൾ എന്റെ മടിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അവള് പേടിക്കും വിചാരിച്ചിട്ട് അവളുടെ കണ്ണിങ്ങനെ പൊത്തിപ്പിടിക്കുന്നു. അപ്പൊ അവള് അച്ഛ കൈമാറ്റി കാണട്ടെ. അപ്പൊ അവിടെ വളരെ കൂളായിട്ട് കണ്ടു. അപ്പൊ ആ രീതിയിൽ എനിക്ക് അങ്ങനെയും ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഇതിന്റെ ഭാഗമായിട്ട്. പക്ഷെ ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. താങ്ക് യു. പരാജയം സാമ്പത്തിക വിജയത്തിലേക്ക് ഈ മനസ്സിലായി സിമിസാറും തീർച്ചയായിട്ടും ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റില്ല. എന്ന് സിബിയും ഞാനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ അന്നോട്ടുള്ള സൗഹൃദം, വിദ്യാർത്ഥിയായിട്ടുള്ള സൗഹൃദം വന്നു. അങ്ങനെ ഒരു കോമ്പിനേഷൻ. അത് ഇതൊക്കെ നേരത്തെ സിബി പറഞ്ഞ മാതിരി ദൈവ നിശ്ചയം. ഈ സിനിമയെ പറ്റിയല്ല ഞാൻ വിദേശത്ത് 24 വർഷമായിട്ട് ചിരിച്ച മുഖത്തോടു കൂടിയാണ് വിദ്യാജി പറഞ്ഞത്. എന്റെ ചിരിച്ച മുഖത്തുള്ളതാണ്. അപ്പം ആ സൗഹൃദം എന്തുകൊണ്ട് ഇപ്പോഴും നിൽക്കുന്ന ഒരു സക്സസ് വന്നപ്പോൾ ഓടി എത്തിയവരല്ലെങ്കിൽ ഇവരാരും തന്നെ ഒരു സക്സസ് ഉണ്ട്. എന്റെ കഷ്ടകാലത്തിന് എന്റെ ഇതിന്റെ സമയത്തും എല്ലാം എനിക്ക് എന്നും തടഞ്ഞുമായിട്ട് വരുന്നു. എനിക്ക് സിബിയുണ്ട്, രഘുണ്ട്, വിദ്യാജിയുണ്ട്. എനിക്ക് ഫോൺ ചെയ്യും, എന്നോട് ചോദിക്കേണ്ട നെക്സ്റ്റ് പ്രോജക്റ്റ് എത്താണ്. പുള്ളിക്ക് പണിയില്ലാണ്ടല്ല. അപ്പം നാച്ചുറലി അത് നമ്മളെ ഊർജം തരും. ആ ഊർജമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അതേമാതിരി പറയുന്നത് നമ്മുടെ ദൈവം. അത് ഏത് ഭാഷയിൽ ആര് വിളിച്ചു കഴിഞ്ഞാലും ഒന്നാമെന്ന് വെച്ചാലും ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും അത് ഞങ്ങളുടെ ബ്ലെസ്സിങ്സ് ഒക്കെ അത് ഡെഫിനിറ്റ്. അല്ലെങ്കിൽ ഞാൻ സർവൈവ് ചെയ്യുന്നു. അപ്പൊ അത് ഡെഫിനറ്റ്ലി അതേമാതിരി തന്നെ ഓരോ സമയത്തും എനിക്ക് കുറെ ഫ്രണ്ട്സിനെ തരും. ആ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്റെ തലമുറയിൽ പെട്ടതാണ് മിസ്റ്റർ പൂണി, പ്രവീൺ, അങ്ങനെ ആ ശിവപ്രസാദ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പേരുകളെല്ലാം. അപ്പൊ അവരൊക്കെ ഈ വന്നത് എന്റെയിലുള്ള ഒരു കോൺഫിഡൻസ്. അപ്പൊ നാച്ചുറലി
ആ കോൺഫിഡൻസ് ആണ് ഇന്ന് പ്രേക്ഷകരും ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് കാലത്തേക്ക് മലബാർ നോക്കുന്ന ഒരാൾ കഴിഞ്ഞാൽ സിബി സാറിന്റെ പേര് കാണുമ്പോൾ കൈയടിക്കുന്നു, വിദ്യാജിയുടെ പേര് കാണുമ്പോൾ കൈയടിക്കുന്നു, മോഹൻലാലിന്റെ പേര് കാണുമ്പോൾ കൈയടിക്കുന്നു. പക്ഷെ ഇപ്പോഴും കാലിക്കറ്റിൽ അത് ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എന്റെ പേര് കാണിച്ചപ്പോൾ കൈയടിച്ചു. അതെനിക്കറിയില്ല. ഒരു തമിഴ് സിനിമയിൽ പറയുന്ന പോലെ ഞാൻ വീഴുവതിനെന്ത് നെനത്തായി എന്ന് വെച്ചു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ വീഴുന്നു നിങ്ങൾ വിചാരിച്ചു. ശരിക്കും അങ്ങനെ ഒരു ഇത്രയും വലിയൊരു ലോസ് ഉണ്ടായിട്ടും സിയാദ്ക്ക് ഇന്നും ഇപ്പൊ ഈ ഇരിക്കുന്ന എല്ലാവരും ഇപ്പോഴും സിനിമയിലുണ്ട്. 24 വർഷം കഴിഞ്ഞിട്ടും സിയാദ്ക്കയുടെ പടം ലാസ്റ്റ് പടം ഇറങ്ങിയിട്ട് അധികകാലമായിട്ടില്ല. ഞാനിപ്പോ ഒരു പടം അഭിനയിച്ചു വന്നിട്ട് അധിക സമയം ആയിട്ടില്ല. സിനിസാറിന്റെ പടങ്ങൾ വിദ്യാജി ഇപ്പോഴും പടം ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത്രയും പേര് സർവൈവ് ചെയ്തില്ലേ? അപ്പോ അത് അന്ന് പരാജയപ്പെട്ട ആളുകൾ വീണ്ടും ഒരു പ്രൊഡക്റ്റുമായിട്ട് വരുമ്പോ കൈയടിക്കില്ലേ? അതിനകത്ത് എന്താണ് സിയാദ്ക്ക അല്ലെ? അല്ല, സന്തോഷം കൊണ്ട് പറഞ്ഞതാണ്. എനിവേ വൺസ് അഗെയിൻ ഞങ്ങളോട് സഹകരിച്ച് എല്ലാവർക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് ശരിക്കും സിബിയങ്ങളാണെങ്കിലും വിദ്യാസാഗർ സാർ ആണെങ്കിലും ലൈക്ക് ഇറ്റ്സ് മോർ ലൈക്ക് ഫാമിലി. ഞാൻ ഈ സിനിമ ദേവദൂതൻ ഷൂട്ട് നടക്കുന്ന സമയത്ത് 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. സോ ആ സമയം മുതൽ അല്ലെങ്കിൽ അതിന് കുറെ മുന്നേ മുതലുള്ള യാത്ര ഇവരുടെ ഒക്കെ ഞാൻ അടുത്ത് നിന്ന് കണ്ടതാണ്. സോ ഈ ഒരു 24 ഇയേഴ്സ്, അതായത് ഈ സിനിമ ശരിക്കും ഒരു ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചും സിബിയങ്ങളെ സംബന്ധിച്ചും എല്ലാവരും. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം, അന്ന് ഇവരുടെ ബന്ധം എന്തായിരുന്നോ എന്നതിൽ വെച്ച് നോക്കുമ്പോൾ ഈ 24 വർഷം ഇവർ ഒരുമിച്ച് നിന്നാണ് അത് കംപ്ലീറ്റ് സർവൈവ് ചെയ്തത്. അതിൻ്റെ ഒരു ശക്തിയും അതിൻ്റെ ഒരു നന്മയാണ് ശരിക്കും ഇന്നും തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ രംഗങ്ങളാണെങ്കിലും പലപ്പോഴും നമ്മളായിട്ട് ആ രീതിയിൽ തന്നെ സഹകരിച്ച് എന്നും ആ ഒരു സ്നേഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് തിങ് പറയുകയാണെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നത് 24th December 2000, അതായത് ഈ സിനിമയുടെ ഫൈനൽ പ്രിന്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് തിരിച്ച് ട്രെയിൻ കയറാണ്. അപ്പൊ അന്നൊക്കെ ഈ പ്രിന്റ് ആണല്ലോ. അപ്പൊ എന്നും ഈ റിലീസിന്റെ തലേ ദിവസം ആണ് പ്രിന്റ് ഒക്കെ എടുത്ത് ട്രെയിൻ കയറി ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ പപ്പയായിട്ട് ഞങ്ങൾ ട്രെയിനിൽ ഇരുന്ന് സംസാരിക്കണം. പ്രിന്റ് ഒക്കെ ആ ട്രെയിനിൽ ലോഡഡ് ആണ്, രാവിലെ ഇവിടെ കൊണ്ടുവന്നിട്ട് വേണം തിയേറ്റേഴ്സിലോട്ടൊക്കെ എത്തിക്കാൻ. അപ്പോൾ പപ്പ എന്നോട് പറയുന്നുണ്ട്, നാളെ ഫ്രൈഡേ ആണ്, അപ്പോൾ ഞാൻ വരില്ല, എനിക്ക് പള്ളിയിൽ പോകണം, നിങ്ങൾ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ പടം കാണണം. പടം കണ്ടിട്ട് പപ്പ തിരിച്ചു വരുമ്പോൾ പടം ഹിറ്റാണ് എന്ന് പറയണം. പക്ഷെ അന്ന് പറയാൻ പറ്റാത്തത് 24 ഇയേഴ്സിന് ശേഷം ഞാൻ പറയാണ്, പടം ഹിറ്റാണ്. ഇനിയും ദൈവം അനുഗ്രഹിക്കട്ടെ, ഞങ്ങൾക്ക് ഇതുപോലെയുള്ള അസോസിയേഷൻസ് ഉണ്ടാകാനും സിബിയങ്ങളോടും രഘുവിനോടും വിദ്യാസാഗർ സാറിനോടും പിന്നെ കൂടെ നിന്ന ലാൽ സാറ്, അനന്ത് ചേട്ടൻ, എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെ പ്രത്യേകം ഇപ്പൊ പറയേണ്ടത് ഫോക്കസ് മീഡിയ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇതാണെങ്കിലും എൻ്റെ ഒപ്പം എന്താ പറയാ അതിന്റെ താങ്ങും തണലുമായി നിൽക്കുന്ന പ്രവീൺ, ബോണി, ശിവപ്രസാദ്, ഇവരോടൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഉറപ്പായിട്ടും ദൈവം നിശ്ചയം പോലെ കാര്യങ്ങൾ വരും. ഞാൻ പറയാം, ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല, ചോദിച്ചിട്ടില്ല. സിയാദിന് വേണ്ടിയിട്ട് ഞാനും വിദ്യാസാഗറും ചേർന്നൊരു സിനിമ ഉണ്ടാവും. അത് മലയാളത്തിൽ ഒരു പ്രധാന നടൻ ഭാഗമാകുന്ന നടന്മാർ ഭാഗമാകുന്ന സിനിമയായിരിക്കും. മ്യൂസിക് മാത്രം, അതുപോലെയാണ് മ്യൂസിക്കിനേറ്റവും പ്രാധാന്യമുള്ള സിനിമയാണത്. ആ കഥ എൻ്റെതുണ്ട്. ഞാൻ സിയാദിനടുത്ത് ഷെയർ ചെയ്യുന്നു, അത് ഇപ്പം ഞാൻ പറയാം. എന്തായാലും ഇനി ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പറയാം. അലിപ്പികളുള്ള കാര്യങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന എന്ത് സംസാരിക്കും വിവാദം. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് ഫോർ നാഷണൽ. ഇത് എലിജിബിളാണ് ബിക്കോസ് റീസൺസുകൾ, നിയമങ്ങൾ എന്തായാലും എനിക്കറിയില്ല, പക്ഷേ നിയമം പൊളിച്ചെഴുതാൻ ചിലപ്പോൾ സാധിച്ചിട്ടുണ്ട്. അത് ലീഗൽ ബേസ് ഉണ്ട്, അതിന് ലീഗൽ ബേസ് ഉണ്ട്. നമുക്ക് പ്രത്യേകമായ സുരേഷ് ഗോപിയും ഞങ്ങൾക്ക് ഗവൺമെന്റ് അപ്രൂവ് ചെയ്യും, മറ്റു പലരും
സുരേഷ് കുമാർ ആണെങ്കിലും എല്ലാം തന്നെ ആക്റ്റീവായിട്ട് സെക്രട്ടറി ഇൻഫർമേഷൻ മിനിസ്ട്രി ആയിട്ട് ചിലപ്പം അമെൻമെന്റ് വരാം, അല്ലെങ്കിൽ ചിലപ്പം ലീഗലി ഞാൻ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഗവൺമെന്റ് വിരോധം തോന്നാൻ പറ്റില്ല ആക്സെപ്റ്റ് ചെയ്യാം. ബിക്കോസ് ഡെഫിനറ്റ്ലി സിബി ടേക്കു ആൻഡ് വിദ്യാജി ഞാൻ നോട്ട് ആസ് അതർ പ്രൊഡ്യൂസർ അവർ ദേ ആർ ഡിസേർവിങ് ഇറ്റ്, ദേ ആർ ഡിസേർവിങ് ഇറ്റ്. ബിക്കോസ് സന്തോഷ് തുണ്ടിയിലൊക്കെ ചെയ്തു വെച്ചാൽ ക്യാമറ വർക്കല്ലേ ഇന്ന് ആക്ച്വലി ഞങ്ങൾക്ക് ഈ എൻഹാൻസ്മെന്റ് ഈ ചെയ്ത ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സാധനം, സിനിമോട്ടോഗ്രാഫി എന്ന് പറയുന്ന സാധനം ഇന്ന് റിഫ്ലക്ട് ചെയ്ത് നിൽക്കുന്നു. അപ്പൊ നാച്ചുറലി എല്ലാവർക്കും ഇതിൽ വർക്ക് ചെയ്ത് എല്ലാവർക്കും തന്നെ അതാണ് ദാറ്റ് ഈസ് മൈ വ്യൂ. ഡെഫിനറ്റ്ലി ഐ ഫൈറ്റ് ഫോർ അപ്രോച്ചിങ് നാഷണൽ ലെവൽ. ഞാനത് ലീഗലി നമുക്ക് അങ്ങനെ നിയമങ്ങളെ ചലഞ്ച് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങളും പഴയ കാലങ്ങളിൽ വ്യക്തമായിട്ട് മാറുന്നു. അപ്പൊ അത് ലെറ്റ് us see. അതിപ്പോ നമ്മളൊരു വീരവാദം മുഴക്കി ഗവൺമെന്റിനെ വെല്ലുവിളിക്കുക, സെൻസർ ബോർഡിനെ വെല്ലുവിളിക്കുക, നാഷണൽ അന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. ഡെഫിനറ്റ്ലി ഇത്രയും ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കില്ല, അതിനും വഴിയുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഇതിൽ ആർക്കോ എന്തോ ആരോടോ പറയാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ന് ഞങ്ങളുടെ പ്രേക്ഷകരോടായിരുന്നു. അത് പ്രേക്ഷകർ കേട്ടു, അവർ മനസ്സിലാക്കി. അപ്പൊ ഞങ്ങളുടെ ഒരു കൺക്ലൂഷൻ അതാണ്. താങ്ക് യു വെരി മച്ച്. ഞങ്ങൾക്ക് ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയ നിങ്ങൾ ഓരോരുത്തരും ഇനിയും ഇതിന്റെ റണ്ണ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇരിക്കാം, നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഞങ്ങളെ ക്യാമറയൊക്കെ ഓഫാണെങ്കിൽ പറയാം. അല്ല, അതൊക്കെ വരട്ടെ. ഇതെല്ലാം ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങളാണ്. സമ്മറിൻ പത്തനയും ഇതിനു മുമ്പ് ചെയ്ത സമ്മറിൻ പത്തനയും എന്ന് പറഞ്ഞ പടം വരെയും ഞങ്ങൾ സക്സസ് ആയിരുന്നു. ഞങ്ങൾക്ക് അപ്പൊ സക്സസും ഫെയിലിയറും ഇന്ന് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഞാൻ ഏത് സമയത്തും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെയുള്ള ഒരു ആഘോഷം പ്രതീക്ഷിക്കാം. ഇപ്പം അത് മാത്രമേ ഞാൻ പറയുന്നു. ഓക്കെ.